മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ ഒരു വീഡിയോ പുറത്തു വിട്ടിട്ടുണ്ട്. ആ വീഡിയോ എഡിറ്റഡ് വീഡിയോ ആണ്. മുഖ്യമന്ത്രിക്ക് ആവശ്യമായ ദൃശ്യങ്ങൾ മാത്രമാണ് ആ വീഡിയോയിലുള്ളത്. PRDയുടെ കയ്യിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന എല്ലാ ചടങ്ങുകളുടെയും വീഡിയോ ഉണ്ടാകും. ആ പൂർണ്ണമായ എഡിറ്റ് ചെയ്യാത്ത വീഡിയോ പുറത്തു വിടട്ടെ. ആ വീഡിയോയിൽ ഞാൻ പങ്കുവച്ച ചിത്രം ഉണ്ടാവും. അത് പുറത്തുവിട്ടാൽ നമുക്കതിൽ കാണാം. മുഖ്യമന്ത്രി പിണറായി വിജയനും സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ചിത്രം സാമൂഹ്യ മാധ്യമങ്ങൾ പങ്കുവച്ചതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവ് സുബ്രഹ്മണ്യനെ ഇന്ന് ചോദ്യം ചെയ്യലിനെ വിളിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും രാവിലെ 10 മണിയോടെ ചേവാർ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. സുബ്രഹ്മണ്യൻ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നോട്ടീസ് കിട്ടിയിട്ടുണ്ട്. അന്ന് തന്നെ പോലീസ് നോട്ടീസ് ഒപ്പിടിച്ച് വാങ്ങിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 10 മണിക്ക് ഹാജരാണെന്ന് പറഞ്ഞു. ഞാൻ 10:30 ഹാജരാകും. അപ്പോൾ എനിക്ക് ചില കാര്യങ്ങളിൽ പോലീസിനോടും വ്യക്തത കിട്ടേണ്ടതുണ്ട്. ഇത് ബെയിലബിളായ ഒരു ഒഫൻസാണ് എൻ്റെ പേരിൽ FIR ഇട്ടിരിക്കുന്നത്. അപ്പോൾ ബെയിലബിളായ ഒരു ഒഫൻസിൽ രാവിലെ എൻ്റെ വീട്ടിൽ വന്ന് എന്നെ പ്രാതൽ കഴിക്കാൻ അനുവദിക്കാതെ, മരുന്ന് കഴിക്കാൻ അനുവദിക്കാതെ കസ്റ്റഡി എടുത്ത് കൊണ്ടുപോയത് എന്തിനാണ് പോലീസ്? ഇതാർക്ക് വേണ്ടിയാണ്? കലാപാഹ്വാനത്തിനാണ് എൻ്റെ പേര് കേസുള്ളത്. IT ആക്ട് പ്രകാരമല്ല. എന്തിനാണ് എൻ്റെ ഫോണ് പിടിച്ചു വെച്ചിരിക്കുന്നത്? പോലീസ് അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ടല്ലോ ഫോണ്. ഇത് കേരളത്തിലെ പോലീസ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് സർക്കാരിൻ്റെ ഗുണ്ടാപ്പണിയാണ്. മുഖ്യമന്ത്രിക്കെതിരെ വിമർശിക്കുന്ന ആളുകൾ, മുഖ്യമന്ത്രിക്കെതിരെ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുന്ന ആളുകളെ ഇതുപോലെ കള്ളക്കേസ് കുടുക്കി ഭീഷണിപ്പെടുത്തി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് ഇതൊക്കെ നിശബ്ദമാക്കാൻ സാധിക്കും എന്ന് ഗവൺമെൻറ് പ്രതീക്ഷിക്കുകയാണ്. ഇത് ഒരു കാരണവശാലും നിശബ്ദമാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളല്ല. ഇത് കേരളത്തിലെ സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും മുഖ്യമന്ത്രിയും തമ്മിൽ നിൽക്കുന്ന നിരവധി ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലുണ്ട്. നിരവധി ചിത്രങ്ങൾ. ആ ചിത്രങ്ങളിലൊന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പരാതിയില്ല. കൈകൂപ്പുന്ന ചിത്രമുണ്ട്, അടുത്തടുത്ത് നിൽക്കുന്ന ചിത്രമുണ്ട്, താക്കോൽ വാങ്ങുന്ന ചിത്രമുണ്ട്. ഈ ചിത്രങ്ങളൊക്കെ ഭീമ ജ്വല്ലറിയുടെ ഒരു വാഹനം കൊടുക്കാൻ എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ സന്നദ്ധനാകുന്നത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ലേ ആ ഭീമ ജ്വല്ലറിയുടെ റെപ്രസെൻറ്റേറ്റീവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടിയാണ് ഈ താക്കോല് മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത്, അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്. ഇന്നലെയൊക്കെ ഒരുപാട് മീഡിയയിൽ വന്നല്ലോ, നേരെ അന്യോന്യം നിന്ന് കൈകൂപ്പി ബഹുമാനിക്കുന്നത് മുഖ്യമന്ത്രിയല്ലേ. അടുത്തടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നില്ലേ? ഈ എല്ലാ ഫോട്ടോയും AI നിർമ്മിതിയാണ്. അതൊക്കെ ഒറിജിനലാണെന്നും ഞാൻ അപ്ലോഡ് ചെയ്ത ഫോട്ടോ മാത്രം AI നിർമ്മിതിയാണെന്ന് എങ്ങനെയാണ് ഇവർ പറയുക? ഇപ്പോഴും അല്ല. 100% ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ ഒരു വീഡിയോ പുറത്തു വിട്ടിട്ടുണ്ട്. ആ വീഡിയോ എഡിറ്റഡ് വീഡിയോ ആണ്. മുഖ്യമന്ത്രിക്ക് ആവശ്യമായ ദൃശ്യങ്ങൾ മാത്രമാണ് ആ വീഡിയോയിലുള്ളത്. PRDയുടെ കയ്യിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന എല്ലാ ചടങ്ങുകളുടെയും വീഡിയോ ഉണ്ടാകും. ആ പൂർണ്ണമായ എഡിറ്റ് ചെയ്യാത്ത വീഡിയോ പുറത്തു വിടട്ടെ. ആ വീഡിയോയിൽ ഞാൻ പങ്കുവച്ച ചിത്രം ഉണ്ടാവും. അത് പുറത്തു വിട്ടാൽ നമുക്കതിൽ കാണാം. അതിനുവേണ്ടി ആവശ്യപ്പെടുന്നുണ്ടോ? അതിനുവേണ്ടി ആവശ്യപ്പെടും. ഞാൻ വിവരാവകാശ നിയമപ്രകാരം ഇന്നോ നാളെയോ PRDക്ക് അപേക്ഷ കൊടുക്കും. ആ വീഡിയോ എഡിറ്റ് ചെയ്യാത്ത വീഡിയോ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് നമുക്കത് പരിശോധിക്കാം. അപ്പോൾ അന്ന് കസ്റ്റഡിയിൽ എടുത്ത ദിവസം തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കളുടെ ഭാഗത്തുനിന്നും പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഒക്കെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ജാമ്യം കിട്ടാവുന്ന വകുപ്പായിരുന്നിട്ടും വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തതിന് അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുത്തതിന് വലിയൊരു പ്രതിഷേധം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ചോദ്യം ചെയ്യലിന് ശേഷം മുന്നോട്ടുള്ള നടപടികൾ എന്തൊക്കെയായിരിക്കും? ഇന്ന് പോലീസിൻ്റെ ഭാഷ്യം എന്താണെന്ന് അറിയട്ടെ. എനിക്ക് ചില ക്ലാരിറ്റി കിട്ടണം. പോലീസിന് മറുപടി പറയുമെന്ന് അറിയട്ടെ. ഇല്ലെങ്കിൽ പാർട്ടി നേതാക്കന്മാർ ആലോചിച്ച് നിയമപരമായി എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുമെന്ന് അന്നേരം പരിശോധിക്കും. ഇനിയും കസ്റ്റഡിയിൽ എടുക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ഉപരോധം അടക്കം ഉണ്ടാവുമെന്നാണ് നേതാക്കൾ പറയുന്നത്. അതേറെ എനിക്കറിയില്ല ആളുകൾ ഉണ്ടാകുമെന്നോ ഉപരോധം ഉണ്ടാകുമെന്നോ. അല്ല, അന്യായമായ പോലീസിൻ്റെ ഏത് നടപടിയെയും UDFൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകരും നേതാക്കളും എതിർക്കും. അക്കാര്യത്തിൽ തർക്കമില്ല. അത് എനിക്കെതിരെ മാത്രമല്ല, കേരളത്തിലെ ആർക്കെതിരെയും പോലീസിൻ്റെ ഇങ്ങനെ വേട്ടപ്പട്ടികളെ പോലെ സർക്കാരിന് വേണ്ടി പോലീസിൻ്റെ പ്രവൃത്തി നിയമവിരുദ്ധമായി ചെയ്താൽ അവിടെ കേരളത്തിലെ പ്രതിപക്ഷം, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ, കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ, UDF പ്രവർത്തകർ അത് ചോദ്യം ചെയ്യും. അതിനെതിരെ പ്രതിഷേധിക്കും. സ്വാഭാവികമാണല്ലോ. അത് പോലീസ് ഇവരെ സംരക്ഷിക്കാനായിട്ടുള്ള ഒരു നടപടികളിലേക്കാണ് കിടക്കുന്ന അത്തരത്തിലൊരു ചിന്തയുണ്ടോ? ആരെ സംരക്ഷിക്കാൻ? സർക്കാരിനെ സംരക്ഷിക്കാൻ. 100%. ഞാൻ ചോദിക്കട്ടെ, ഒരു സാധാരണ പുതിയ നിയമപ്രകാരം ഇങ്ങനെ ഒരു കേസിൽ FIR രജിസ്റ്റർ ചെയ്താൽ ആ അന്വേഷണത്തിന് നമ്മളെ ആദ്യം നോട്ടീസ് ഒന്ന് വിളിക്കണം. എനിക്കാദ്യം നോട്ടീസ് തന്നിട്ടില്ല, ഫോണിൽ വിളിച്ചതാണ്. അങ്ങനെ പോരല്ലോ. എനിക്ക് നോട്ടീസ് സർവ് ചെയ്യണം. നോട്ടീസ് സർവ് ചെയ്തിട്ടില്ല. പിറ്റേ ദിവസം എന്നെ ഇവിടുന്ന് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയാണ്. പോലീസ് വാഹനത്തിൽ കയറ്റി പോലീസ് ഓഫീസർമാർ വന്ന് ബലം പ്രയോഗിച്ച് എന്നെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ കൊണ്ടുപോകാനുള്ള അധികാരം പോലീസിനുണ്ടോ ഈ കേസിൽ? ഈ FIR പ്രകാരമുള്ള ആ കേസിൽ ബെയിലബിളായ ഒരു ഒഫൻസിൽ
പുതിയ നിയമപ്രകാരം നോട്ടീസ് തന്ന് ആ നോട്ടീസ് തന്ന ദിവസം ഞാൻ ഹാജരാകുന്നില്ലെങ്കിൽ വാറണ്ട് പുറപ്പെടുവിച്ച് മാത്രമാണ് പോലീസിന് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുള്ളത്. പിന്നെ എന്തിനാണ് പോലീസ് ഇങ്ങനെ പെരുമാറുന്നത്? ഇത് ആരോ തൃപ്തിപ്പെടുത്താനല്ലേ? ഇത് പോലീസ് ഓഫീസർമാർക്ക് ഫോണിലൂടെ നിർദ്ദേശം നടക്കുന്ന ഏതോ മേലാളനെ അല്ലെങ്കിൽ രാഷ്ട്രീയ ഉന്നതനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ചെയ്താൽ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാം, ശ്രദ്ധ മാറ്റാം എന്നാണ് അവരൊക്കെ പ്രതീക്ഷിക്കുന്നത്. അത് വെറുതെയാണ്. ഇതിൽ നിന്നൊന്നും ശ്രദ്ധ മാറ്റാൻ പറ്റില്ല. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഇത് വിശ്വസിക്കുന്നുണ്ട്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ കേരളത്തിലെ ജനങ്ങളുടെ ആശങ്ക പങ്കുവെക്കാൻ എനിക്ക് സാധിക്കണം. ഞാനത് സാധിക്കും. ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഞാനത് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. എന്തായാലും 10 മണിയോടെ തന്നെ ഹാജരാകും. 10:30 മണിയോടുകൂടി ഹാജരാകും. 100%. അത് പറഞ്ഞുകൊണ്ടിരിക്കും. അതിലൊരു ഭയവുമില്ല. സർക്കാർ എന്തും ചെയ്യട്ടെ, ഏതിനും നേരിടാൻ തയ്യാറാണ്. അപ്പോൾ എന്തായാലും ഇനിയുള്ള മുന്നോട്ടുള്ള നിയമ നടപടികളെ നേരിടാനുള്ള ഉറച്ച നീക്കത്തിൽ തന്നെയാണ്. ഇത് മാത്രമല്ല, ഈ മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഒറിജിനൽ വീഡിയോ, പൂർണ്ണമായ വീഡിയോ വിവരാവകാശ പ്രകാരം ആവശ്യപ്പെടുകയും ചെയ്യുമെന്നാണ് സുബ്രഹ്മണ്യൻ മീഡിയ വണ്ണിനോട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഷബീർ കല്ലീലിനൊപ്പം ദൃശ്യ പുതിയ മീഡിയ വൺ, കോഴിക്കോട്.